Episode 141. Hi friends, online fabrication day മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു സ്പേസിൽ അൾജീരിയ സ്ലൈഡിംഗ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അൾജീരിയ സ്ലൈഡിംഗ് വാൾ ഡ്രോപ്പ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐലം ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മളിതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഒരു 7 അടി ഹൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വീതി ഒരു 6 അടി വീതിയും വരുന്നുണ്ട്. ആ അളവിലാണ് നമ്മളിതിൻ്റെ ഡോർ ഉണ്ടാക്കുന്നത്. 2 ഡോറായിട്ടാണ് നമ്മളിതിൽ ഉണ്ടാക്കുന്നത്. അതിൽ എച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അൾജീരിയനെ കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അളവെടുക്കുന്നതാണ്. നമ്മൾ ഹൈറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വീതി അളവെടുത്തിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് 81.75 ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ വീതി വന്നിട്ട് 62.18 ആണ് വീതി വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ടർ സെക്ഷൻ വരുന്നത്. അൾജീരിയൻ്റെ ഞാൻ 2-3 വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഓരോ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മൾ ഷീറ്റ് ഇടുന്നത്, അതേപോലെ തന്നെ ലോക്ക് കട്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് വീഡിയോയിൽ. നമ്മൾ ചാമ്പ്യൻ ഗോൾഡാണ് ഇവിടെ കളർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ചാമ്പ്യൻ ഗോൾഡിൻ്റെ കളർ തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹൈറ്റും വീതിയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. 1 ഇഞ്ച് ക്ലീറ്റ് വെച്ചിട്ടാണ് നമ്മളത് കൂട്ടിയെടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. നമ്മളിതിൽ ജോയിൻ്റ് അടിക്കാൻ വേണ്ടി 4 സ്ക്രൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നൂല് നമ്മൾ ഉള്ളിക്കുക, അതായത് ഒരു കറക്റ്റ് നമുക്ക് ജോയിൻ്റ് അടിക്കുമ്പോൾ വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീറ്റ് ഉള്ളിക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ വേണമെങ്കിൽ റിവിറ്റും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ 4 യൂസ് ചെയ്യുന്നത്. നമുക്ക് ജോയിൻറ്റ് കുറച്ചും കൂടി വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രൂ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് വലിഞ്ഞ് ജോയിൻറ്റ് കിട്ടുള്ളൂ. റിവിറ്റ് ആകുമ്പോൾ നമുക്ക് ആ ജോയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് വർക്ക് ചെയ്യുന്നത് സേലത്താണ്. നമ്മൾ ഇതിൻ്റെ മുമ്പും ഈ സൈറ്റിലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വാൾ ഡ്രോപ്പിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുക്കുക, പോയി വാച്ച് ചെയ്യാമെന്നാണ്. നമ്മുടെ ആ ഫ്രെയിം കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രെയിം ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. ഇനി അതിന് നമ്മൾ ഇതിലേക്ക് 1.5 ഇഞ്ച് ബ്ലാക്ക് സ്ക്രൂ ആണ്. ഈ മേലെ 1.25 ഫ്രെയിം ഉള്ളതാണ് ലോഫ്റ്റ്. അപ്പോൾ അതിലേക്കാണ് മുകളിൽ പിടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ താഴത്തേക്കൊക്കെ ചുമരിലേക്കാണ് 2 ഇഞ്ച് ബ്ലാക്ക് സ്ക്രൂ ആണ് നമ്മൾ ചുമരിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫിറ്റിങ്ങിൽ. അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു 1.25 അടിച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൂസ് വിടുന്നത് ഞാൻ പിന്നെ 2-3 വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ ലൂസ് വിടുന്ന ഹൈറ്റിൽ 2.58ഉം അതേപോലെ തന്നെ വീതിയിൽ വന്നിട്ട് നമുക്ക് 1/2 ഇഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത്. കറക്റ്റ് അളവിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഹൈറ്റിൽ 2.58ഉം വീതിയിൽ 1/2 ഇഞ്ചുമാണ്. അതായത് കറക്റ്റ് കട്ടിങ് അളവിൽ നിന്നാണ് നമ്മുടെ ഫ്രെയിം കട്ട് ചെയ്ത അളവിൽ നിന്നാണ് അളവ് പറയുന്നത്. 2.58ഉം അതേപോലെ തന്നെ 1/2 ഇഞ്ചുമാണ് നമ്മൾ ലൂസ് വിടേണ്ടത്. ഫസ്റ്റ് നമ്മളിതിൻ്റെ ഹൈറ്റാണ് കട്ട് ചെയ്യുന്നത്. ഇതിൽ വെതർഷിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീതിയിൽ വെതർഷിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈറ്റിൽ നമുക്ക് ഒരു സൈഡ് വെതർഷിപ്പ് ഇട്ടാൽ മതി. 2 സൈഡും വെതർഷിപ്പിൻ്റെ ആവശ്യമില്ല ഹൈറ്റിൽ. എന്താ പറഞ്ഞാൽ നമുക്ക് അവിടെ ഇതിൻ്റെ ക്യാപ്പ് വരുന്നതാണ്. ക്യാപ്പ് പറഞ്ഞാൽ നമ്മുടെ ലോക്ക്, അഡാപ്റ്റർ ലോക്ക് വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു സൈഡ് വെതർഷിപ്പ് ഇട്ട് കൊടുത്താലും മതി. ഹൈറ്റിൽ നമ്മൾ വീതിയിൽ 2 സൈഡും ടോപ്പിലും ബോട്ടത്തിലും വെതർഷിപ്പ് ഇടുന്നുണ്ട്.
ഇതിൽ നമ്മളിഞ്ഞ് വീല് വെച്ച് കൊടുക്കുന്നുണ്ട്. വീല് 3 വീലാണ് ഒരു ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അത് 1.25 സ്ക്രൂ ആണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത്, ബ്ലാക്ക് സ്ക്രൂ. നമ്മളിതിൽ 1 ഇഞ്ച് ക്ലീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. മാജിക് ആംഗിൾ നമ്മൾ വെച്ചു, പക്ഷേ മാജിക് ആംഗിളിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ജോയിൻ്റ് അടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കംപ്ലൈൻറ്റുകൾ വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക് ആംഗിളിൽ കംപ്ലൈൻറ്റ് ഉണ്ട്, ജോയിൻ്റ് അടുക്കുന്നില്ല എന്ന്. പക്ഷേ ഞാനും ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കും അതേപോലെ തന്നെ ജോയിൻ്റ് ഇതിൽ അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഇപ്പോൾ ക്ലീറ്റ് നമുക്കിവിടെ കിട്ടാൻ വഴിയില്ല, നമ്മൾ തമിഴ്നാട്ടിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ആംഗിളാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഞാൻ അധികം ചെയ്യൽ നമ്മുടെ മോസ്കിറ്റോൻ്റെ വലിയ ക്ലീറ്റ് വെച്ചിട്ടാണിത് അൾജീരിയ ചെയ്യൽ. ഇതിപ്പോൾ നമ്മൾ മാജിക് ആംഗിൾ എടുത്തത് ആയാലും, പക്ഷെ ജോയിൻ്റ് നമുക്കിതിൽ വരുന്നില്ല. ജോയിൻ്റ് അടിക്കുന്ന സമയത്ത് നമുക്കിത് ജോയിൻ്റ് പൊളിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ ആംഗിളിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ 2-3 സൈറ്റിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴൊന്നും നമുക്ക് ആ കംപ്ലൈൻറ്റ് കണ്ടിട്ടില്ല. ഈ സൈറ്റിൽ മാത്രമേ നമുക്കിപ്പോൾ ഈ ആംഗിൾ ജോയിൻ്റ് അടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ ക്ലീറ്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നുണ്ട്. 64 സ്ക്രൂ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് സ്ക്രൂ വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജോയിൻ്റ് അപ്പോൾ തന്നെ നമുക്ക് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു സൈഡും കൂടി ജോയിൻ്റ് അടിക്കൽ കഴിഞ്ഞ് ഈ ഫ്രെയിമിൻ്റെ ജോയിൻ്റ് അടിക്കൽ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഫ്രെയിമല്ല, ഷട്ടറിൻ്റെ ജോയിൻ്റ് അടിക്കൽ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. Online fabrication subscribe. ഇതൊന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഓൾറെഡി നമ്മളൊരു പീസ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത നമ്മൾ ഇട്ട് നോക്കി, കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ ലൂസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അഡാപ്റ്റർ കട്ട് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷീറ്റിൻ്റെ ലൂസാണ് ഇടുന്നത്. 418 ആണ് നമ്മൾ ഷീറ്റിന് ടോട്ടലി ലൂസ് വിടുന്നത്. ഇതിൽ 418 ലൂസ് വിടുമ്പോൾ നമുക്ക് 79-ന്ന് 75 കിട്ടും. 79-18 ആണ്. അതേപോലെ തന്നെ വീതിയിൽ 418 തന്നെയാണ് ലൂസ് വിടുന്നത്. ഞാൻ ഇതിൽ നമ്മൾ ഷീറ്റ് എച്ച് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. മുകളിൽ 33 ഇഞ്ച്, അതേപോലെ തന്നെ ചോട്ടിൽ 33. അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പീസിൽ ഒരു 9 ഇഞ്ചായിട്ടാണ് ആ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ എച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഷീറ്റ് നമുക്ക് വേസ്റ്റ് വരുന്ന ഒരു ഷീറ്റ് തന്നെ എടുത്താലും നമുക്ക് ഒരു വാൾഡ്രോപ്പിലേക്ക് കംപ്ലീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എച്ച് മുതൽ പല ഉപകാരങ്ങളുണ്ട്. അങ്ങനെ എച്ചിൽ നമുക്ക് ചെറിയ തുണ്ടുകളടക്കം നമുക്കിതിൽ കയറ്റി, അതായത് നമ്മുടെ വേസ്റ്റ് അല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത തുണ്ടുകളെല്ലാം നമുക്ക് ആ കളറുള്ള തുണ്ടുകൾ നമുക്കിതിൽ കയറ്റി ആഡ് ചെയ്ത് വിടാം ഈ എച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനത് 33 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 33 ഇഞ്ചിൽ വീതിയാണ്, അല്ല ഹൈറ്റിൽ 33ഉം വീതിയിൽ 27 ഇഞ്ചുകളും വരുന്നത് ഇതിൽ. അപ്പോൾ നമ്മൾ ആ അളവിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് 2 പീസാക്കിയിട്ട് സെൻറ്ററിൽ 9 ഇഞ്ചിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ എച്ച് വരുന്നത്. നമ്മളിങ്ങനെ വെച്ചിട്ട് റബ്ബർ ഇട്ടതിന് ശേഷമാണ് ഇത് കറക്റ്റായിട്ട് തൂക്കുന്നത്. നമ്മുടെ ഗൾഫ് സെക്ഷനിലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കിതിൽ ഇടാൻ പറ്റും. നമ്മൾ യു റബ്ബറാണ്, 4mm റബ്ബറാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 4 റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ
നമ്മൾ ഇത് ഇനി അൾജീരിയൻ്റെ ഷട്ടർ ഊരുമ്പോൾ നമ്മൾ എൽ ടൈപ്പിലാണ് ഇതിൽ ഊരിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഫസ്റ്റ് മേലത്തെ എൽ ടൈപ്പ് വെച്ച് അതിന് ശേഷം അതിന് താഴ്ഭാഗത്തും എൽ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മളിതിൽ കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡും നമ്മൾ ജോയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡോറിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ എച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് തന്നെ റബ്ബർ ഇട്ട് കൊടുത്തുകൊണ്ട് ആ എച്ച് ഷീറ്റ് നമുക്ക് ഇളകാനൊരു സാധ്യതയില്ല. നമ്മളിനി ഇതൊന്ന് കയറ്റി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് രണ്ടിൽ നമ്മൾ ഓപ്പോസിറ്റാണ് ഷീറ്റ് ഇട്ടുള്ളത്. അതായത് ഫുൾ ഷീറ്റ് വരുന്നവിടെ ലൈന് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അഡാപ്റ്റർ ക്ലിപ്പും കൂടി ഒന്ന് ഇതിൽ ഇട്ട് കൊടുക്കണം. അവിടെ നമ്മൾ വെതർ ഷിപ്പ് ഇട്ടിട്ടില്ല. നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ എത്ര വലിയ ഡോറാണെങ്കിലും വാൾ ഡ്രോപ്പൊക്കെ നമുക്ക് ഈ സ്ലൈഡിങ്ങിലൂടെ ചെയ്തെടുത്താൽ നമുക്ക് ഒരു ഷെയ്ക്കിങ് ഉണ്ടാവില്ല അതിൽ. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ അൾജീരിയൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ എല്ലാം സ്ട്രോങ് ആണ്. നമുക്ക് ഈ ജെ സ്ക്വയർ അത് ഗൾഫ് സെക്ഷനൊക്കെ വെച്ച് ഇതേപോലെയുള്ള സ്ലൈഡിങ്ങുകൾ ചെയ്താലും അതിൽ നമുക്കൊരു 3 അടിയിൽ കൂടുതൽ ഡോറിൻ്റെ വലുപ്പം വന്നാൽ 3 അടി 2.5 അടിയിൽ ഡോറിൻ്റെ വലുപ്പം വന്നാൽ അതിൽ ആ ഡോറുകളിൽ ഷെയ്ക്കിങ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഒരുപാട് പേരിപ്പോൾ ജെ സ്ക്വയർ വെച്ചിട്ടുള്ള ഒരു സ്ലൈഡിങ് വീഡിയോ ഇടുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് അധികം ചെയ്യലില്ല. നമ്മൾ കസ്റ്റമറിന് നല്ലത് ഏതാണ് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കലുള്ളൂ. നമുക്കിത് ലൈഫ് കൂടുതൽ നിൽക്കണം. അത് ലൈഫ് നിൽക്കില്ല എന്നല്ല, അത് നമുക്ക് ഒരാട്ടം വരുന്നുണ്ട് അതിൽ. അതുകൊണ്ടാണ് നമ്മൾ അധികം അത് ചെയ്തു കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ ലോക്ക് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 5/8 ആണ് ഇവിടെ നിന്ന് തലപ്പിൽ നിന്ന്, അതായത് ഇതിൻ്റെ വെതർഷിപ്പ് വരുന്ന ഭാഗത്ത് നിന്ന് 5/8 പിടിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ലോക്ക് നമ്മൾ TPIൻ്റെ കമ്പനി ലോക്ക് തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ആ ലോക്കിൻ്റെ ഹോളും കൂടി ഒന്ന് വെട്ടി കൊടുക്കണം. നമ്മൾ ആ അല്ലെങ്കിൽ ചെയ്ത ഭാഗം മറയ്ക്കാനുള്ള ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്ന ലോക്കാണിത്. ഈ ഔട്ടർ ഫ്രെയിമിൽ വരുന്ന ലോക്കാണ്. അതൊന്ന് നമുക്ക് അതിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ സാൻഡ്ര മെഷീൻ എടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് 5/8 ബിറ്റോ അല്ലെങ്കിൽ 4 ഇഞ്ച് ബിറ്റിട്ട് തുളയ്ക്കാം, അങ്ങനെ വേണമെങ്കിലും തുളയ്ക്കാം. നമ്മളിപ്പോൾ ഒരു കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 5/8ൻ്റെ ബിറ്റ് ഇട്ടിട്ട് മറ്റേ ഈ കട്ടിങ് വീൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇരുമ്പ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇട്ടിട്ടാണ് നമ്മളിതിൽ കട്ട് ചെയ്തിരുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഫയൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ലോക്ക് കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ലോക്ക് വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് കൊടുക്കണം. 1/4 സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പിലും ബോട്ടത്തിലും ഓരോ സ്ക്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോക്ക് കറക്റ്റ് വീണിട്ടുണ്ട്. നമ്മുടെ ലോക്ക് വയ്ക്കുന്ന പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്ലൈഡിങ്ങിൻ്റെ ഫുള്ള് വർക്ക് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി മൊത്തത്തിലൊരു വ്യൂ കാണാം. ഇനി നമുക്ക് മൊത്തത്തിൽ ഇതൊക്കെ തുറന്ന് നോക്കാം. തുറന്ന് പറഞ്ഞാൽ 2 സൈഡും ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് തുറന്നിട്ടുള്ളൊരു വ്യൂ കൂടി കാണിച്ചു തരാം.
നമ്മളതിൻ്റെ ആ സൈഡിലൊരു 1.25-ൻ്റെ സ്ക്വയർ വെച്ചിട്ടുണ്ട്. 1.25 അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ഗ്യാപ്പ് അടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.